നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പ്ലാൻ 63-ന് ഹൈക്കമാൻഡ് പിന്തുണയെന്ന് റിപ്പോർട്ടുകൾ. 2001 കോൺഗ്രസ് നേടിയ 63 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയൂ എന്നാണ് സതീശൻ അറിയിച്ചത്. ഇന്നലെ നടന്ന KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇതാര് എവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചെന്ന് പറഞ്ഞായിരുന്നു AP അനിൽകുമാർ പൊട്ടിത്തെറിച്ചത്. ഒറ്റക്ക് തീരുമാനമെടുക്കുന്ന ശൈലിയുടെ ഭാഗമായാണ് സതീശൻ്റെ പ്ലാൻ 63 എന്നാണ് രാഷ്ട്രീയ കാര്യസമിതിയിൽ ഉയർന്ന പ്രധാന വിമർശനം. എന്നാൽ ഈ എതിർപ്പുകളെല്ലാം വകവെക്കാതെ മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശമാണ് സതീശന് ഹൈക്കമാൻഡിൽ നിന്നും ലഭിച്ചതെന്നാണ് വിവരം. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറെ പുകഴ്ത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ലേഖനം. ദേശാഭിമാനിയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനമുണ്ടായിട്ടും ഭരണഘടനാ ചുമതല നിർവഹിച്ചുവെന്നും ഇത് സ്വാഗതാർഹമാണെന്നും ലേഖനത്തിൽ പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തെ ആഗോള വ്യാപാര ഹബ്ബാക്കുമെന്ന പ്രഖ്യാപനം വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്നും MV ഗോവിന്ദൻ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് 712 കോടി രൂപ ഇതുവരെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചെന്ന് മുഖ്യമന്ത്രി. ദുരന്തത്തെ കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിനാൽ കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെ ധനസഹായം ലഭിച്ചിട്ടില്ലെന്നും ദുരന്തബാധിതർക്ക് കൃഷിഭൂമി നൽകാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എലപ്പുള്ളിയിലെ ബ്രൂവറി വിവാദം കത്തുന്നതിനിടെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എക്സൈസ് മന്ത്രി MB രാജേഷുമായി കൂടിക്കാഴ്ച നടത്തി. പദ്ധതി കൊണ്ട് ജലദൗർലഭ്യം ഉണ്ടാകില്ലെന്ന് രാജേഷ് അറിയിച്ചു. 2 ദിവസം മുമ്പായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. എലപ്പുള്ളിയിലെ ബ്രൂവറി വിവാദത്തിൽ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത്. CPI വികസന വിരുദ്ധരല്ലെന്നും പക്ഷേ ഏത് വികസനമായാലും അത് കുടിവെള്ളത്തെ മറന്നുകൊണ്ടാകരുതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആരും ഇക്കാര്യത്തിൽ മൗനം പാലിച്ചിട്ടില്ലെന്നും കൃത്യമായ നിലപാട് എക്സൈസ് മന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനി പ്രദേശത്ത് ജലക്ഷാമം ഉണ്ടാകില്ലെന്ന വാദവുമായി ഒയാസിസ് കമ്പനി മഴവെള്ള സംഭരണിയിൽ നിന്ന് വെള്ളം എടുക്കുമെന്നും കമ്പനിയുടെ പ്രവർത്തനത്തിന് 5 ഏക്കർ സ്ഥലത്ത് മഴവെള്ള സംഭരണി സ്ഥാപിക്കുമെന്നും ഒയാസിസ് പറയുന്നു. ഒപ്പം പ്രദേശത്തെ 200 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും ഒയാസിസ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഉത്തരവിന് സ്റ്റേ. 14 ദിവസത്തേക്കാണ് സിയാറ്റിലെ ഫെഡറൽ ജഡ്ജ് ഉത്തരവിൻ്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തത്. ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് ജഡ്ജ് ജോൺ കോഗ്നോർ അഭിപ്രായപ്പെട്ടു. അമേരിക്കയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും പൗരത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ 14-ാം ഭേദഗതിയുടെ നഗ്നമായ ലംഘനമാണ് ഉത്തരവെന്ന് വാദിച്ചാണ് ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങൾ താൽക്കാലിക നിയന്ത്രണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. വ്യവസായങ്ങൾക്ക് വെള്ളം നൽകുന്നത് മഹാപാപമല്ലെന്നും ഇനിയും വ്യവസായങ്ങൾക്ക് വെള്ളം നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാലക്കാട് ബ്രൂവറി കമ്പനിക്ക് അനുമതി നൽകിയതിലെ അഴിമതി ആരോപണങ്ങൾ തള്ളിക്കൊണ്ടാണ് സമാനമായ പദ്ധതികൾക്ക് ഇനിയും വെള്ളം നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത്. പാലക്കാട് ബ്രൂവറിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്നും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വ്യാജ പ്രചരണങ്ങൾക്ക് അധികം ആയുസ്സുണ്ടാകില്ലെന്നും ഇടതുമുന്നണി ഇടപെടുന്നത് സത്യസന്ധമായി മാത്രമാണെന്നും പിണറായി അവകാശപ്പെട്ടു. എലപ്പുള്ളി പഞ്ചായത്തിൽ ഒയാസിസ് കമ്പനിക്ക് ബ്രൂവറി തുടങ്ങാൻ അനുമതി നൽകിയതിനെ നിയമസഭയിൽ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് പ്രതിഷേധാർഹമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. അഴിമതി നടത്താൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മദ്യമാഫിയക്ക് സംസ്ഥാനത്തെ ഒറ്റുകൊടുത്തുവെന്നും മദ്യ കമ്പനി തുടങ്ങാൻ ടെൻഡർ വിളിക്കേണ്ടതില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം മടിയിൽ കനമുള്ളത് കൊണ്ടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാലക്കാട് കഞ്ചിക്കോട് എലപ്പുള്ളിയിലെ ബ്രൂവറി കമ്പനി വരുമ്പോൾ ജലചൂഷണം ഉണ്ടാകില്ലെന്നും മദ്യനിർമ്മാണ കമ്പനി മഴവെള്ള സംഭരണി നിർമ്മിച്ചാണ് വെള്ളം എടുക്കുകയെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ബ്രൂവറി പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ പാർട്ടി നിലപാടും വ്യക്തമാക്കി MV ഗോവിന്ദൻ രംഗത്തെത്തിയത്. കോവിഡ് കാലത്ത് PP കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടുന്ന CAG റിപ്പോർട്ട് മുഖ്യമന്ത്രി തള്ളി. അസാധാരണമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നും കണക്കുകൾ മാത്രമാണ് CAG നോക്കുന്നതെന്നും
മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു. അതേസമയം കുറഞ്ഞ വിലയിൽ PPE കിറ്റ് വാഗ്ദാനം ചെയ്ത കമ്പനിയെ ഒഴിവാക്കിയതിൻ്റെ കൂടുതൽ രേഖകൾ VD സതീശൻ പുറത്തുവിട്ടു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. RSS നേതാക്കളുടെ ചിത്രത്തിന് മുന്നിൽ വഴങ്ങി നിൽക്കുന്നവരല്ല തങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് പഴയ നേതാക്കളായാലും ഇപ്പോഴത്തെ നേതാക്കളായാലും അങ്ങനെ തന്നെയാണെന്നും RSS നേതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ തങ്ങൾ പോയിട്ടില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയുടെ പരാമർശത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിൻ്റെ പിന്തുണയോടെ ജയിച്ച് നിയമസഭയിൽ ഇരിക്കുന്ന ഒരൊറ്റയാൾ മാത്രമേ ഇപ്പോഴും ഈ നിയമസഭയിലുള്ളൂവെന്നും അതാരാണെന്ന് തന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയിൽ പറഞ്ഞത്. ആന എഴുന്നള്ളിപ്പിലെ ദൂരപരിധി പൊതുവായി നിശ്ചയിക്കുന്നതിൽ അപ്രായോഗികതയുണ്ടെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കാര്യത്തിൽ തീരുമാനം ജില്ലാതല നിരീക്ഷക സമിതിക്ക് വിടണമെന്നും ദൂരപരിധി കണക്കാക്കുമ്പോൾ ആനകളുടെ എണ്ണവും സ്ഥലലഭ്യതയും ഉൾപ്പെടെയുള്ളവ പരിഗണിക്കണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ തസ്തികയിലെ കസേര തർക്കം തുടരുന്നു. കോഴിക്കോട് DMO ആയി ഡോക്ടർ ആശാദേവിക്ക് വീണ്ടും നിയമനം നൽകിയത് അടക്കമുള്ള ആരോഗ്യവകുപ്പിൻ്റെ സ്ഥലം മാറ്റ ഉത്തരവ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. ഡോക്ടർ രാജേന്ദ്രൻ കോഴിക്കോട് DMO ആയി തുടരുന്നു. കൊല്ലത്തേക്ക് മാറ്റപ്പെട്ട കണ്ണൂർ DMO ഡോക്ടർ പീയൂഷ് നമ്പൂരി നൽകിയ ഹർജിയിലാണ് ട്രിബ്യൂണലിൻ്റെ വിധി. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ നൂതന ആശയങ്ങൾ, സംരംഭകത്വം, സാങ്കേതികവിദ്യ എന്നിവയിലൂടെ പരിവർത്തനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനും ടൂറിസം വകുപ്പും ധാരണാപത്രം ഒപ്പുവെച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ സാന്നിധ്യത്തിൽ ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രനും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബികയുമാണ് ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. എറണാകുളത്ത് CPM ജില്ലാ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നിലവിലെ ജില്ലാ സെക്രട്ടറി CN മോഹനൻ തുടരാനാണ് സാധ്യത. ശനിയാഴ്ച മുതൽ 3 ദിവസം എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകളുണ്ട്. UDFൻ്റെയും ഇന്ത്യ മുന്നണിയുടെ നിലപാടാണ് തനിക്കും തൻ്റെ പാർട്ടിക്കുമുള്ളത്. ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ് വളച്ചൊടിക്കപ്പെട്ട വാർത്തയാണ് നിയമസഭാ ഭേദഗതി ബില്ലിൽ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് പങ്കെടുത്ത് നിർദ്ദേശങ്ങൾ നൽകുമെന്നാണ് പറഞ്ഞതെന്നും മന്ത്രി വിശദീകരിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 2 സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് സർക്കാർ പിൻവലിച്ചു. കായികമേള സമാപന ചടങ്ങിലെ പ്രതിഷേധത്തെ തുടർന്ന് നവാമുകുന്ദ മാർ ബേസിസ് സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്കാണ് പിൻവലിച്ചത്. പ്രതിഷേധത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സ്കൂളുകൾ നൽകിയ കത്ത് അംഗീകരിച്ചുകൊണ്ടാണ് വിലക്ക് പിൻവലിച്ചതായി മന്ത്രി നിയമസഭയെ അറിയിച്ചത്. കേരള കോൺഗ്രസിനെ ക്ഷണിച്ച മാത്യു കുഴൽനാടന് മറുപടിയുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ. പെരുവഴിയിലായ കേരള കോൺഗ്രസിന് കൈ തന്നത് പിണറായി സർക്കാരാണെന്നും കേരള കോൺഗ്രസ് ഇടതു സർക്കാരിനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നും റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.